ഉണ്ടാക്കിയതല്ല ദൈവം, നിന്നെ ഉണ്ടാക്കിയവനാണ് ദൈവം. കരമടിച്ച് കുഴുത്തറയെ, മാർത്താണ്ഡമേ, തിരുവനന്തപുരമേ, കന്യാകുമാരിയെ, നീ ഉണ്ടാക്കിയതല്ല ദൈവം, നിന്നെ ഉണ്ടാക്കിയവനാണ് ദൈവം. ആരാ അബ്രഹാം? അബ്രഹാം എപ്പോഴാ ദൈവത്തിന്റെ വാക്ക് കേട്ട? ആരാ അബ്രഹാം? വിശ്വനാഗരികതയുടെ കളിത്തൊട്ടിലെന്നറിയപ്പെടുന്ന മെസ്സപ്പൊട്ടോമിയയുടെ ദക്ഷിണഭാഗത്ത് ഫലപുഷ്ടമായ ഡെൽറ്റ പ്രദേശത്ത് ഏകദൈവ വിശ്വാസത്തിൽ അടിത്തറ ഉറപ്പിച്ച് വിഗ്രഹാരാധന മതപശ്ചാത്തലത്തിൽ വളർന്നു വന്നവനാണ് അബ്രഹാം. ചരിത്രം പറയുന്ന അബ്രഹാം ഷേമി വംശജന. അവന്റെ പിതാവ് തേരക കൽദയ പട്ടണമായ ഊരിന്റെ 8-ാം വട്ടത്തിനകത്ത് അപ്പനാകുന്ന തേരക ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വിഗ്രഹത്തെ കണ്ട് വളർന്നവനാണ് അബ്രഹാം. പല വർണ്ണത്തിൽ, പല നിറത്തിൽ, പല രൂപത്തിൽ ദൈവങ്ങൾ അപ്പൻ ഉണ്ടാക്കി വെച്ചിരിക്കുക. ഞാൻ എന്റെ മകനെ പറയും, ഒരു ദിവസം അബ്രഹാം തന്റെ ഭാര്യയാകുന്ന സാറയുമായിട്ട് ഈ ദൈവങ്ങൾ അടുക്കൽ പോയിട്ട് പറഞ്ഞു, ദൈവമേ, എനിക്ക് ദൈവം നല്ലൊരു ഭാര്യയെ കിട്ടി, അവളുടെ പേര് സാറയ. കാരണം ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്തില്ല, മക്കളില്ല. അതുകൊണ്ട് ഈ ദൈവങ്ങളോട് പറഞ്ഞു, ദൈവങ്ങൾ എനിക്കൊരു മക്കളെ തരണം. 1 മാസമായി ഒന്നുമില്ല, 2 മാസമായി പ്രാർത്ഥിച്ചു, മറുപടിയില്ല. 3 ദിവസമായി മറുപടിയില്ല. ഒരു ദിവസമായപ്പോൾ അബ്രഹാം തന്റെ ഭാര്യയുമായിട്ട് വന്ന് ഈ ദൈവങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത്, താൻ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന ദൈവങ്ങൾക്ക് കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല, വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കൈയുണ്ടെങ്കിലും പ്രവർത്തിക്കുന്നില്ല, കാലുണ്ടെങ്കിലും നടക്കുന്നില്ല. ഉടനെ അബ്രഹാമിന്റെ മനസ്സിലൊരു ചിന്ത പോയി, എന്റെ അപ്പൻ ഉണ്ടാക്കിയതാണോ ദൈവം? എന്റെ അപ്പനെ ഉണ്ടാക്കിയവനാണോ ദൈവം? കരമടിച്ച് മനസ്സിലാകുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.